കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം, നമ്മൾ രഹസ്യം അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ, പ്രാപഞ്ചിക ശക്തി നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ എത്ര കാലം എടുക്കും? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് എത്ര കാലം കൊണ്ട് നടക്കും? ആളുകൾ സാധാരണയായിട്ട് ആലോചിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഇന്ന് നടക്കുമോ, നാളെ നടക്കുമോ, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണം, 3 ദിവസം കൊണ്ട് നടക്കുമോ, 30 മിനിറ്റ് കൊണ്ട് നടക്കുമോ, 3 കൊല്ലം കൊണ്ട് നടക്കുമോ, അധിക കാലമൊന്നും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ആത്മഹത്യയിലേക്ക് കടന്നു നിൽക്കുന്ന ആളുകൾ, ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ വഴി കിട്ടാതെ നടക്കുന്ന ആളുകൾ, ചോദ്യചിഹ്നമായിട്ട് ജീവിതം മുൻപിൽ നിൽക്കുന്ന ആളുകൾ, ഇവർക്കൊന്നും സമയം പ്രശ്നമല്ല. പക്ഷെ നമ്മളിത് പറയുന്നുണ്ട്, സമയം ഒരു മിഥ്യയാണ്. സമയം 3 വർഷം എടുക്കോ, 30 ദിവസം എടുക്കോ, 90 ദിവസം എടുക്കോ എന്ന് നമ്മളല്ല പറയാം. നിങ്ങളും പ്രപഞ്ചവും തമ്മിലൊരു കരാറുണ്ട്. ഇപ്പൊ നിങ്ങളൊരു കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന് ഇത്ര സമയം എടുക്കും എന്നുള്ളത് നിങ്ങളും, ഇപ്പൊ നമ്മളൊരു വീട് പണി തീർക്കുകയാണെങ്കിൽ ആ വീട് പണി ഞങ്ങൾ ഒരു 6 മാസം കൊണ്ട് തീർന്ന് തന്നേക്കാം എന്ന് കോൺട്രാക്ടർ നമുക്കൊരു എഗ്രിമെന്റോ ഒരു ഗ്യാരണ്ടിയോ തരുന്നുണ്ട്, വാക്കാലാണെങ്കിൽ പോലും. അതനുസരിച്ച് 6 മാസത്തിനുള്ളിൽ പണി തീർത്ത് നമുക്ക് വീട് തിരിച്ചേൽപ്പിക്കുന്നു. നമ്മൾ വീട് പാലുകാച്ചിലൊക്കെ കഴിഞ്ഞ് താമസിക്കും. അതുപോലെ നിങ്ങളുടെ പ്രശ്നം എത്ര ഉയർന്നതായിക്കോട്ടെ, എത്ര താഴ്ന്നതായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെ ആയിക്കോട്ടെ, ആഗ്രഹം എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനുള്ള കാലാവധി നിശ്ചയിക്കുന്നത് നിങ്ങളും പ്രപഞ്ചവും കൂടിയിട്ടാണ്. അപ്പോൾ 30 ദിവസം വേണോ, 3 ദിവസം വേണോ, 30 മിനിറ്റ് വേണോ എന്ന് നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. ഇനി എങ്ങനെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടക്കണം എന്നല്ലേ ആഗ്രഹം? 30 മിനിറ്റ് കൊണ്ട് നടന്നാൽ അത്ര നല്ല കാര്യമല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചവുമായിട്ടുള്ള കരാറിൽ നിങ്ങൾ ആദ്യം പ്രപഞ്ചത്തെ വിശ്വസിക്കണം. സമയം എന്നതൊരു മിഥ്യയാണ്. സമയം നമ്മൾ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ആ അടിവരയിട്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ അത് നടക്കണമെങ്കിൽ, അത് ഉൾക്കൊള്ളണമെങ്കിൽ അല്പം പ്രയാസമുള്ള കാര്യമാണ്. നമുക്കത് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാല്. കാരണം ഭാവിയിൽ നമ്മൾ എന്താകണം, എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ എന്താകണം, എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് ഇപ്പോൾ തന്നെ നമ്മളിലുണ്ട് എന്ന് വിശ്വസിക്കാം. ഇപ്പൊ 3 ദിവസം കൊണ്ട് നടക്കേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക, അതിപ്പോൾ തന്നെ എന്നിലുണ്ട്, ഇനി ഞാൻ അത് നേടിയേ വേണ്ടൂ, അത് എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ അത് നേടുകയേ വേണ്ടൂ. അപ്പൊ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സാക്ഷാത്കരിക്കാനായിട്ട് ഒരു പ്രപഞ്ചത്തിന് സമയത്തിന്റെ ആവശ്യമില്ല. പിന്നെ ആർക്കാ സമയത്തിന്റെ ആവശ്യം? നിങ്ങൾക്കാണ് സമയത്തിന്റെ ആവശ്യം. അപ്പൊ നിങ്ങൾക്ക് സമയത്തിന്റെ ആവശ്യം വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ വേണ്ട പോലെ തന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് അത് സാക്ഷാത്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇനി അത് നിങ്ങൾക്ക് കിട്ടാൻ കാലതാമസം നേരിടുന്നുണ്ടെങ്കിൽ, പ്രപഞ്ചം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അത് തന്നു കഴിഞ്ഞു. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച് പ്രബലമായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചം അത് തന്നു കഴിഞ്ഞു. ഈ പ്രപഞ്ചം നിങ്ങൾക്ക് ഇത് തന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് തീവ്രമായിട്ട് ആഗ്രഹിച്ച കാര്യമാണ്, ശരി നീ എടുത്തോ എന്ന് പ്രപഞ്ചം പറഞ്ഞു. നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് കിട്ടാൻ കാലതാമസം. നിങ്ങൾ നോക്കി, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. ചിലവരൊക്കെ പറയാറുണ്ട്, ഞാൻ 3 മാസമായിട്ട് അഫർമേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, എൻ്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങളുടെ അഫർമേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ എന്തുകൊണ്ട് സമയമെടുക്കുന്നു, എന്തുകൊണ്ട് കാലതാമസം ഉണ്ടാകുന്നു? അതിന്റെ കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി മുഴുവനായിട്ട് പുറത്തേക്ക് കളഞ്ഞ് നിങ്ങൾ അതിനെ സാക്ഷാത്കരിക്കുമ്പോൾ പോസിറ്റീവായിട്ട് സാക്ഷാത്കരിക്കാത്തതിൻ്റെയും പ്രപഞ്ചത്തിനെ നിങ്ങൾ ബിലീവ് ചെയ്യാത്തതിൻ്റെയും വിശ്വസിക്കാത്തതിൻ്റെയും കാരണം കൊണ്ടാണ്. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു അടിസ്ഥാന തത്വം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങൾ വൈകുന്നുണ്ടെങ്കിൽ അതിന്റെ സത്യം നിങ്ങൾ തന്നെയാണ്. അത് പ്രപഞ്ചത്തിന്റെ കുഴപ്പമല്ല. അപ്പൊ നിങ്ങൾ പ്രപഞ്ചത്തിന് ഇപ്പോ 1 രൂപ ആണെങ്കിലും 1 കോടി രൂപയാണെങ്കിലും പ്രപഞ്ചത്തിന് തുല്യമാണ്. 1 കോടിയാണെങ്കിലും 1 രൂപയാണെങ്കിലും പ്രപഞ്ചത്തിന് അതൊക്കെ ഓക്കെയാണ്. പ്രപഞ്ചത്തിൽ അത് എവിടേക്കോ മറിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളപ്പോ കരുതാണ് 1 കോടി രൂപ ഭയങ്കര വലിയൊരു പണം, ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്, അത് ലഭിക്കാൻ ഒരുപാട് നാളെടുക്കും. 1 രൂപ എന്ന് പറഞ്ഞ ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും 1 രൂപ കോയിനോ 1 രൂപ തുട്ടോ, അത് നമുക്ക് കിട്ടാൻ ഒരു വിഷമവുമില്ല. അത് 1 രൂപയല്ലേ എന്ന് ചിന്തിക്കും. ആ ചിന്തയാണ് നമ്മളിൽ കുഴപ്പമുണ്ടാക്കുന്നത്. എങ്കിൽ നിങ്ങൾ വിചാരിക്കണം 1 കോടി രൂപ അത് കിട്ടാൻ ഒരു വിഷമമില്ല, ഞാൻ ജോലി ചെയ്യുന്നു, പണി ചെയ്യുന്നു, എനിക്ക് കിട്ടാനുള്ള പണം കിട്ടുന്നു, ഞാൻ ആ 1 കോടി രൂപ നേടിയിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്ന് നിശ്ചയിച്ച് നിങ്ങൾ ആ 1 രൂപയുടെ സ്ഥാനത്ത് നിസാരമല്ല എന്ന് കരുതുന്ന 1 കോടി രൂപയിലേക്ക് നിങ്ങൾ അത് നിസാരമായിട്ട് നിങ്ങൾ നേടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ 1 രൂപ നേടുന്ന അതേ ലാഘവത്തോടെ 1 കോടി രൂപ നിങ്ങൾക്ക് നേടാൻ പറ്റും. പകരം നിങ്ങളുടെ മനസ്സിൽ കയറിയിരിക്കുന്ന ചിന്ത എന്താ? 1 കോടി രൂപ വലിയൊരു എമൗണ്ട് ആണ്, അത് കിട്ടാൻ വലിയ വിഷമാണ്, അതൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. അങ്ങനെ ചിന്തിക്കുന്നു. 1 രൂപ വളരെ നിസാരമാണ്. ഈ നിസാരം എന്ന് ചിന്തിച്ചത് നിങ്ങൾക്ക് എളുപ്പം കിട്ടും, നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചത് വളരെ വൈകി കിട്ടും. അതുകൊണ്ട് തന്നെ എത്ര കാലം എടുക്കും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതും നിങ്ങൾ തന്നെയാണ്. എത്ര ദിവസം വേണം, എത്ര നാൾ വേണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അതിന് നിങ്ങൾ തന്നെ സമയപരിധി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് പ്രപഞ്ചത്തിൽ നിന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുക.